ശബരിമല വിഷയം പരിഗണിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് ബിനിൽ കോടതിയിൽ മുറിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. ദേവസ്വം ബെഞ്ച് റിപ്പോർട്ട് പരിശോധിക്കുകയാണ്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങൾ നേരത്തെ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ബംഗളൂരുവിൽ വച്ച് ശബരിമലയിൽ നിന്ന് ഇളക്കിക്കൊണ്ടുപോയ മോഷ്ടിച്ച സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ വിറ്റഴിച്ചു. അത് കോടികൾക്കാണ് വിറ്റഴിച്ചത് എന്ന സൂചനയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉള്ളത് എന്നാണ് വ്യക്തമാകുന്നത്. ശനിദോഷം മാറ്റാൻ ഐശ്വര്യത്തിന് വേണ്ടി ഇത് കോടീശ്വരന്മാർക്ക് വലിയ വിലയ്ക്ക് വിറ്റു എന്ന വിവരത്തിലേക്ക് ഇപ്പോൾ അന്വേഷണവും എത്തുകയാണ്. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്നത്, പരിശോധിക്കുന്നത്. കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ ദേവസ്വം ബെഞ്ച് റിപ്പോർട്ട് പരിശോധിക്കുന്നു. രാഗിൻ, വിവരങ്ങൾ. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി കേസ് പരിഗണിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറിയിരിക്കുന്നു. ഹൈക്കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. വിജിലൻസ് SP ആണ് ഈ അന്വേഷണ റിപ്പോർട്ട് കൈമാറിയത്, സുനിൽകുമാർ. എന്തായാലും വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അത് കോടതിയുടെ മുന്നിലേക്ക് എത്തുകയാണ്. കോടതി അതിൽ നടത്താൻ പോകുന്ന നിരീക്ഷണം വളരെ സുപ്രധാനമായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ വിജിലൻസ് SP റിപ്പോർട്ട് കൈമാറിയിരിക്കുകയാണ്. കോടതി അത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ ഐറ്റം ആണെങ്കിൽ അത് ഒന്നാമതായി തന്നെ ഹൈക്കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസാണ്. ഇതിൽ കോടതി എന്ത് നിലപാട് പറയുന്നു എന്നത് കാത്തിരുന്ന് കാണണം. അതും വളരെ നിർണായകമാണ്. ഇതോടൊപ്പം തന്നെ SITയും കോടതിയിൽ എത്തിയിട്ടുണ്ട്. SITയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള S ശശിധരനാണ് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും SIT വാങ്ങും. ഇതോടൊപ്പം തന്നെ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കോടതി ചോദിച്ച് ഇപ്പോൾ അറിയുകയാണ്. അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധനയുടെ കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ട് സ്വീകരിച്ചതിനൊപ്പം തന്നെ കോടതി ചോദിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തുന്ന ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തുള്ള നടപടികൾ ആരംഭിച്ചു. മൂന്നാമത്തെ കേസായാണ് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ഒന്നാമതായി തന്നെ ഹൈക്കോടതി ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇപ്പോൾ ആ വിഷയം പരിഗണിക്കുന്നു. കോടതിയിൽ ഇതുവരെ നടന്ന കാര്യങ്ങൾ ഇങ്ങനെ. ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി. ദേവസ്വം ബെഞ്ച് റിപ്പോർട്ട് ആദ്യം വിശദമായി പരിശോധിക്കുകയാണ്. അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കോടതി നേരിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിച്ച് അറിയുന്നു. വിജിലൻസ് SP ആണ് ഈ റിപ്പോർട്ട് നേരിട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. SIT SP ശശിധരനും കോടതിയിൽ ഉണ്ട്. ഇനി തുടർ നടപടികളിലേക്ക് കോടതി കടക്കാൻ പോവുകയാണ്. ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായി എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് നൽകാൻ കഴിയുന്നുണ്ടോ രാഗിൻ? അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് SP നടത്തിയ അല്ലെങ്കിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ സംബന്ധിച്ചുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി ആരായുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നുമുണ്ട്. സ്വാഭാവികമായിട്ടും കോടതി നടപടികൾ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഇതിനോടൊന്നും വ്യക്തമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിലൊരു സ്വകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സീക്രസി കൂടി ഇതിന്റെ ഭാഗമായിട്ടുള്ളതിനാൽ അതിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും ഈ കോടതി മധ്യേ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വരുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടതുമായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം അത് രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്ന് പ്രത്യേകമായ ഒരു നിർദ്ദേശവും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഈ റിപ്പോർട്ടിന്റെ പരിപൂർണമായ രൂപം ഇന്ന് പുറത്തു വരാനുള്ള സാധ്യത. അതേസമയം റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്താണ് എന്ന കാര്യത്തിൽ ഓപ്പൺ കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കാര്യങ്ങൾ വിശദീകരിക്കുകയില്ലേ. അതിനൊപ്പം തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള പരാമർശങ്ങൾ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കുറെ കൂടി വ്യക്തത നൽകുകയും ചെയ്യില്ലേ രാഗിൻ? തീർച്ചയായും ചില ഘട്ടത്തിൽ ഇതിന്റെ ഓഡിയോ, അതായത് നമ്മളിപ്പോൾ ഓൺലൈൻ വഴിയാണ് കോടതിയിൽ കയറുന്നത്, അത് ചില ഘട്ടത്തിൽ ഓഡിയോ മ്യൂട്ടാകുന്ന ഘട്ടവുമുണ്ട്. അത്തരം ചില കാര്യങ്ങൾ കൂടി കേസ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ആ കാര്യങ്ങളിലടക്കം എന്തായാലും ഇപ്പോൾ പ്രധാനമായിട്ടുള്ള വിശദീകരണം കോടതിയിൽ ഇപ്പോൾ വിജിലൻസ് SP നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യും. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണം, അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻ അടക്കം സ്റ്റേറ്റ്മെന്റ് എടുത്തിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തയ്യാറാക്കി ഹൈക്കോടതിക്ക് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില ക്ലാരിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ കോടതി ദേവസ്വം വിജിലൻസിനോട് ചോദിക്കുന്നത്. നേരത്തെ കോടതിക്ക് മുന്നിൽ നിന്ന് മറ്റ് പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ നടക്കുന്ന കോടതി നടപടികളുടെ വിശദാംശങ്ങളാണ് രാഗിൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വിജിലൻസ് ഉദ്യോഗസ്ഥനോട് അന്വേഷണ കാര്യങ്ങൾ കോടതി നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കട്ടോ? റിപ്പോർട്ട് പ്രാഥമികമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇനി SITയുമായി ബന്ധപ്പെട്ട നടപടികൾ ഏത് തരത്തിലായിരിക്കും? SIT റിപ്പോർട്ടിന്റെ പകർപ്പ് ഇന്ന് തന്നെ ആവശ്യപ്പെടുകയല്ലേ? അതിന്ന് തന്നെ SITക്ക് കൈമാറാനുള്ള സാധ്യതയുമല്ലേ?
രതീഷ്, അതായത് തീർച്ചയായിട്ടും SITയെ രൂപീകരിച്ചത് തന്നെ കോടതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും SIT ചോദിക്കും, അത് SITക്ക് കോടതി കൈമാറുകയും ചെയ്യും. അതിനുശേഷം ഈ SIT ഇത് കേസ് എങ്ങനെ അന്വേഷിക്കണമെന്നത് സംബന്ധിച്ച് ഒരു മാർഗനിർദ്ദേശം പോലെ അല്ലെങ്കിൽ കോടതി കൃത്യമായ രീതിയിൽ SITക്ക് മുമ്പാകെ പറയും. അക്കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും SITയുടെ പ്രധാനപ്പെട്ട തലവന്മാരുള്ളതായിട്ടുള്ള S അജിതരൻ ഇന്ന് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. നിലവിൽ ഈ നേരത്തെ രാഗിൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യേക അന്വേഷണ സംഘം അതിനു മുമ്പാകെ ഈ റിപ്പോർട്ട് കൈമാറുമ്പോൾ സ്വാഭാവികമായ റിപ്പോർട്ടിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അതോടൊപ്പം തന്നെ മറ്റ് ആ കമ്പനിയുടെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും SIT ഈ കേസ് ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ച് അതും രഹസ്യ സ്വഭാവത്തിൽ കൊണ്ടുപോകണം എന്നത് നേരത്തെ തന്നെ കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ആ രീതിയിലായിരിക്കും ഇനി SITയോട് ഇനി കോടതി എന്താകും പറയുക എന്നതായിരിക്കും ഇനി കാണേണ്ടത്. അടുത്ത ഘട്ടത്തിലേക്ക് കോടതി നടപടികൾ കടക്കുമ്പോൾ പുതിയ വിവരങ്ങൾ ബിനിൽ കോടതിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഒപ്പം രാഗനും ശ്യാമപ്രസാദ് ഉത്തമനുമാണ് വിവരങ്ങൾ നൽകുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മോഷണം പോയി എന്നത് സ്ഥിരീകരിച്ചത് മാതൃഭൂമി ന്യൂസ് ആയിരുന്നു. മാതൃഭൂമി ന്യൂസിൽ നിന്ന് നമുക്ക് ലഭിച്ച വെളിപ്പെടുത്തലുകളുടെ നമ്മുടെ ലൈബ്രറി ശേഖരത്തിലുള്ള പഴയ വാർത്തകൾ, ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രത്യേക അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട വിജിലൻസ് സംഘത്തിലെ ഉദ്യോഗസ്ഥർ ശേഖരിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കോടതിയിൽ ഇതുവരെ നടന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ്. കോടതി മൂന്നാമത്തെ ഐറ്റമായി പരിഗണിക്കാൻ ഇരുന്ന കേസ് ആദ്യ വിഷയമായി തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഗൗരവത്തിലുള്ള ഒരു വിഷയം എന്ന നിലയിൽ തന്നെയാണ് കോടതിയുടെ സമീപനം ശബരിമല വിഷയത്തിൽ ഉണ്ടായത്. മാതൃഭൂമി ന്യൂസിലൂടെ ആ വിവരങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ്. SIT ഉദ്യോഗസ്ഥരും ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരും കോടതിയിലുണ്ട്. റിപ്പോർട്ട് കോടതിയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥൻ SP നേരിട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു. അതിനുശേഷം അന്വേഷണത്തിലെ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഉദ്യോഗസ്ഥനോട് ഇപ്പോൾ രാഗിൻ. അതിനുശേഷം കോടതി മറ്റേതെങ്കിലും തരത്തിലുള്ള കമന്റുകളിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ടോ? നിലവിൽ കമന്റുകളിലേക്ക് കടന്നിട്ടില്ല. അതായത് ജഡ്ജിമാർ നേരിട്ട് SP-യോട് തൊട്ടടുത്ത് വെച്ച് എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചില ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുകയാണ്. ഈ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിനടക്കം ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ റിവീൽ ചെയ്യപ്പെടുന്ന ഘട്ടം ഇപ്പോൾ ഇല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ജഡ്ജിമാർ ഈ പറയുന്ന SP-യോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വ്യക്തമായിരുന്നു, ഇത് മറിച്ചു വിറ്റു എന്നടക്കമുള്ള ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല ഇതിൽ വിശ്വാസത്തെ അടക്കം വിറ്റുകൊണ്ട് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് കോടികളുടെ വിൽപ്പനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നതെന്നാണ് ബോധ്യമാകുന്നത്. ഇതിൽ ഈ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും SIT ആവശ്യപ്പെടും. SIT ആവശ്യപ്പെട്ട ശേഷം ഇതിൽ FIR ഇട്ട് മുന്നോട്ട് പോവുക എന്നതാണ് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ. ഒരുപക്ഷെ ദേവസ്വം ബോർഡ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതിക്കാരായി പരാതി നൽകാനുള്ള സാധ്യതകളാണ് ഏറെയും. അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാകും. എന്നാൽ ഇപ്പോൾ റിപ്പോർട്ട് കോടതിയുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അന്തിമ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും കോടതി അത് ഒന്ന് ഓടിച്ചു നോക്കുകയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനോട് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചില ക്ലാരിഫിക്കേഷൻസ് തൊട്ടടുത്ത് വെച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാത്തത്. പക്ഷേ ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നത്. എന്തായാലും ഇപ്പോൾ ജഡ്ജിമാർ അത് സംബന്ധിച്ച് ചോദിക്കുന്നു. അതിനുശേഷം ചില കമന്റുകൾ അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. എന്തായാലും വളരെ സുപ്രധാനമായിട്ടൊരു കേസിൽ നിർണായകമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട കണ്ടെത്തലായി നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, ബംഗളൂരുവിൽ വച്ച് ഇത് വ്യവസായികൾക്ക് കൈമാറിയിട്ടുണ്ട്. കോടികളുടെ പണമിടപാട് നടന്നു. മാത്രമല്ല ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ എത്തിച്ചത് ചെമ്പുപാളികളാണ് സ്വർണം പൂശാനായി എത്തിച്ച് എന്ന് പറയുമ്പോൾ ബംഗളൂരുവിൽ വെച്ച് ഒരു മാസത്തിലധികം ഈ കൈവശം വെച്ച സ്വർണ്ണപ്പാളികൾ അവിടെ വെച്ച് ലേലത്തിൽ വിറ്റു അല്ലെങ്കിൽ വലിയ തുകയ്ക്ക് വിറ്റു എന്ന കാര്യം കൂടുതൽ സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഉദ്യോഗസ്ഥരുടെ പങ്ക് എത്രയാണ്, ഉദ്യോഗസ്ഥർക്ക് വലിയ തോതിലുള്ള കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്നൊരു ശുപാർശ കൂടി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായില്ലേ? അതായത് കേസെടുത്ത് മുന്നോട്ട് പോകണം. ഇതിൽ വിപുലമായിട്ടുള്ള വലിയ തരത്തിലുള്ളൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. 2017 മുതലാണ് ഈ ഗൂഢാലോചനയുടെ തുടക്കം തുടങ്ങിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നതെങ്കിൽ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അവിടുത്തെ ഈ സ്വർണം അടിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മുന്നിലേക്ക് വരുന്നത്. അതായത് 99-ൽ വിജയ് മല്യ അവിടെ 30 കിലോയിലോളം സ്വർണം നൽകിക്കൊണ്ട് ദ്വാരപാലക ശില്പങ്ങളാണെങ്കിലും ആ ശ്രീകോവിലിന് മുകളിലെ റൂഫാണെങ്കിലും ഒക്കെ തന്നെ സ്വർണം പൊതിയുന്നു. ആ
സ്വർണം പൊതിയുന്നത് നിശ്ചിത വർഷത്തെ ഒരു ഈടും ഉണ്ടായിരുന്നു. എന്നാൽ 2019 അതെങ്ങനെ ചെമ്പായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ഘട്ടത്തിൽ ചെമ്പ് തെളിഞ്ഞു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അത് ഒരു തരത്തിലും നിർവാഹമില്ല എന്ന് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അടക്കം വിദഗ്ധരുടെ അടക്കം നേരത്തെ സെന്തിൽ കുമാറിനെ നമ്മൾ കണ്ടിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം അടക്കം പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഒരു കാരണവശാലും ഇത്രയധികം ഡിപ്രീസിയേഷൻ ഈ സ്വർണത്തിൽ വരില്ല എന്നതാണ് അദ്ദേഹം ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നത്. വിജയ് മല്യ സ്പോൺസർ ചെയ്തപ്പോൾ 98-99 കാലത്ത് അവിടെ സ്വർണ്ണപ്പാളികൾ പതിപ്പിച്ചു എന്ന സെന്തിലിന്റെ വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തൽ തന്നെയല്ലേ ഇതിൽ വഴിത്തിരിവായി മാറിയത്? മാതൃഭൂമി ന്യൂസിലൂടെ അദ്ദേഹം നടത്തിയ വെളിപ്പെടുത്തൽ അത് കൂടുതൽ സ്ഥിരീകരണം നൽകുകയല്ലേ ശബരിമലയിൽ നിന്ന് സ്വർണം കടത്തി എന്നതിൽ? മാത്രമല്ല, ശബരിമല ദ്വാരപാലക ശില്പത്തിൽ ഉണ്ടായിരുന്നത് ചെമ്പ് പാളിയാണ്, ചെമ്പാണ്, അത് സ്വർണം പൂശാനായി കൊണ്ടുപോകുന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവും സംശയനിലാവുകയല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡിലെ ഉന്നതർക്കും പങ്കുണ്ട് എന്നതിലേക്കല്ലേ ഇപ്പോൾ ഈ അന്വേഷണവും വിരൽ ചൂണ്ടുന്നത്? ഉറപ്പായും. കാരണം ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ ആരൊക്കെയാണോ പങ്കാളികളായിട്ടുള്ളത് അവരടക്കം വെളിച്ചത്ത് വരേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളില്ലാതെ ഇത് നടക്കില്ല എന്നതും തീർച്ചയാണ്. എന്തായാലും അത്തരം ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകാൻ പോകുന്നത്. 99 വിജയ് മല്യ ഇത്തരത്തിൽ സ്വർണം പൂശിയ ശേഷം വിജയ് മല്യ തന്നെ ഒരു റിപ്പോർട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെന്തിൽനാഥനോട് പറയുന്നു. സെന്തിൽനാഥൻ അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കുന്നു. അന്ന് ദേവസ്വം രേഖകളിലടക്കം ഇത് സ്വർണ്ണമാണ് എന്നതാണ് വ്യക്തമാകുന്നത്. അതിനുശേഷം 2019 ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിലും അവിടെ സ്വർണ്ണമായിരുന്നു എന്നതാണ് ബോധ്യമാകുന്നത്. പക്ഷേ വഴിമധ്യേ വിശ്വാസത്തെ വില കൊടുത്തുകൊണ്ട്, അല്ലെ വിശ്വാസത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് വലിയ തോതിൽ വിൽപ്പന നടത്തി. അത് പല ഭാഗങ്ങളായിട്ടാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് എന്നതാണ് ബോധ്യമാകുന്നത്. സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 39 ദിവസത്തിന് ശേഷമാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ആ 39 ദിവസത്തിനിടയിൽ എന്ത് സംഭവിച്ചു? എങ്ങനെയാണ് സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ചെമ്പ് പാളിയായി മാറിയത്? അതിൽ ആർക്കെല്ലാമാണ് പങ്ക്? അക്കാര്യത്തിൽ എന്തൊക്കെ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ പ്രസക്തമാകുന്നത്. കോടതി നടപടി പുരോഗമിക്കുന്നു.